ഞങ്ങളുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത പറയാം. സുവിശേഷം പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ഒരു മതത്തിന്റെ നേതാവല്ല. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഇത്ര തന്റെ അടവുണ്ടായത്. രണ്ടാമത്തെ കാര്യം, യേശു ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി വന്നയാണല്ലോ യേശു. പിന്നെ യേശു ആരാണ്? യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും, അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഡാൻസർ ആയിരുന്നു. അതാരെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ 150 വർഷം ഞാൻ ഇവിടെ ജീവിക്കും, 150 വർഷം ഞാൻ ഈ ലോകത്ത് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് അറിയാമോ, തൻ്റെ ശരീരത്തിന്റെ അവയവത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് സംഭവിച്ചാൽ ആ കംപ്ലൈന്റിനെ മാറ്റിവെക്കുവാൻ 100-ൽ പരം ആളുകളെ തന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലവ് കൊടുത്ത് അദ്ദേഹം നിർത്തി. 12 ഡോക്ടർമാരെ രാവിലെ അദ്ദേഹം എഴുന്നേറ്റാൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പരിശോധിച്ച് തന്നൊരു ആഹാരം കഴിച്ചാൽ അത് ടെസ്റ്റ് ചെയ്ത് കഴിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കിക്കൊണ്ട് മൈക്കിൾ ജാക്സൺ പറഞ്ഞു, ഞാൻ 150 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. എന്നാൽ കേൾക്കണമോ, 50ാമത്തെ വർഷം മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് പകരനെ കേൾക്കുന്ന വാസിന ശ്രോതാവേ, നിങ്ങൾ വിളിച്ചു പറയാം, നിന്റെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നീ ഇന്ന് ഇവിടെ നിന്നിട്ട് നീ വീട്ടിൽ ചെല്ലുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ജീവിതം മരണമാണെങ്കിലും ഇന്ന് പോലെ മറക്കരുത്, മരണത്തിനപ്പുറമായി നിന്നെ സേവിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം.